അന്യനാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തി പഠനത്തിൽ നേട്ടം കൊയ്യുന്ന ഒരു മിടുക്കനെ ഇനി പരിചയപ്പെടാം. ഉത്തർപ്രദേശുകാരനായ നിതീഷ് ചൗധരിയാണ് LSS പരീക്ഷയിൽ വിജയിച്ച് ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും കുടുംബത്തിന്റെ പ്രതീക്ഷയാകുന്നത്. വെള്ളിനേഴിയിലെ ക്രഷർ യൂണിറ്റിൽ തൊഴിലാളിയായ ഗുഡു ചൗധരിയുടെയും മുന്നി ദേവിയുടെയും മൂത്ത മകനാണ് നിതീഷ്. 7 വർഷം മുമ്പാണ് മാങ്ങോട് വെള്ളിനേഴി റോഡിലുള്ള ക്രഷർ യൂണിറ്റിൽ ജോലിക്കായി ഉത്തർപ്രദേശുകാരനായ ഗുഡു ചൗധരി കേരളത്തിലെത്തുന്നത്. പിന്നാലെ കുടുംബത്തെയും കേരളത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് ഉത്തർപ്രദേശുകാരനായ നിതീഷ് ചൗധരി മാങ്ങോട് ALP സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ആദ്യാക്ഷരം കുറിക്കുന്നത്. മാതൃഭാഷയായ ഹിന്ദി അല്ലാതെ മലയാളമോ ഇംഗ്ലീഷോ വശമില്ലാത്ത നിതീഷ് മാങ്ങോട് ALP സ്കൂളിലെ അധ്യാപകരുടെ കരുതലിൽ ഇംഗ്ലീഷും മലയാളവും ഒരുപോലെ അതിവേഗം പഠിച്ചെടുത്തു. പഠനത്തിൽ അസാധാരണമായ മികവ് പുലർത്തിയ നിതീഷിനെ അധ്യാപകരും കൂട്ടുകാരും ഒരുപോലെ പിന്തുണച്ചപ്പോൾ സ്കൂളിലെ തന്നെ മികച്ച വിദ്യാർത്ഥിയാക്കി മാറ്റി. ഇത്തവണത്തെ LSS പരീക്ഷാഫലം വന്നപ്പോൾ സ്കൂളിലെ മറ്റ് 43 വിദ്യാർത്ഥികൾക്കൊപ്പം LSS നേടി സ്കൂളിനും നാടിനും അഭിമാനമായി മാറിയിരിക്കുകയാണ് ഉത്തർപ്രദേശുകാരനായ നിതീഷ് ചൗധരി. സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും കൂട്ടുകാരും തനിക്ക് നൽകിയ പിന്തുണയാണ് തന്നെ വിജയത്തിലേക്ക് നയിച്ചതെന്ന് നിതീഷ് പറയുന്നു. So many teachers help us to teach us LSS, and I also get LSS. Here, when I come, I have very excitement. Now I am going to another school. That name is Adkaputur, and our manager sir Shiva Shankar, who by the school, I have very say thanks to that sir. Now because we are searching for schools, we don't know here anything, so we searched here, and our Geeta ma'am is very caring us, and they talk about us. എൻ്റെ പേര് നിതീഷ്. ഞാൻ ഇപ്പം 5ാം ക്ലാസ്സിൽ പോവുകയാണ്. 9 വയസ്സിൽ ഞാൻ ഇവിടെ വന്നത്. എനിക്ക് ഇവിടുത്തെ ടീച്ചർമാർക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. എൻ്റെ ഇവിടെ കൂട്ടുകാരും എല്ലാവരും ഉണ്ട്. ഹെൽപ്പ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സും പിന്നെ ടീച്ചേഴ്സും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ. പഠനത്തിലും പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന നിതീഷ് അധ്യാപകരോടും സഹപാഠികളോടുമുള്ള പെരുമാറ്റത്തിലും നമ്പർ 1 തന്നെ എന്നാണ് അധ്യാപകരുടെ അഭിപ്രായം. 44 കുട്ടികൾക്ക് LSS ലഭിച്ചു. അതിൽ വളരെ സന്തോഷത്തിലാണ്. കുട്ടികളെല്ലാവരും 51 കുട്ടികൾ പരീക്ഷ എഴുതി. അതിൽ 44 കുട്ടികൾക്ക് LSS ലഭിച്ചു. അതിൽ ഒരു മിടുക്കനാണ് നമ്മളുടെ നിതീഷ് ചൗധരി. ഉത്തർപ്രദേശുകാരനായ നിതീഷ് നമ്മുടെ സ്കൂളിൽ വന്നിട്ട് 4 വർഷമായി. 1ാം ക്ലാസ്സിൽ വന്ന് ചേർന്നതാണ്. അന്ന് അവന് ഒട്ടും മലയാളം അറിയില്ലായിരുന്നു. പിന്നീട് അധ്യാപകരുടെയും കൂട്ടുകാരുടെയും അവന്റെ രക്ഷിതാക്കളുടെയും എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് അവൻ മിടുക്കനായി. ഇപ്പം അവൻ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും നന്നായി കൈകാര്യം ചെയ്യും. വളരെ മിടുക്കനാണ്. രക്ഷിതാക്കളും വളരെ സപ്പോർട്ടീവാണ് കുട്ടിയുടെ പഠന കാര്യങ്ങളിൽ. അവധിക്കാലത്ത് മാത്രമേ അവർ നാട്ടിൽ പോവാറുള്ളൂ. അവൻ്റെ അനിയനും നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ റിസൾട്ട് അറിഞ്ഞതിൽ. ഞങ്ങൾ ഹാർഡ് വർക്ക് തന്നെയാണ് അധ്യാപകരുടെ, അതുപോലെ മാനേജ്മെന്റ്. ഞങ്ങളുടെ പ്രത്യേകം പറയേണ്ടത്, ഞങ്ങളുടെ മാനേജ്മെന്റ് സ്കൂളിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അക്കാദമികേതര പ്രവർത്തനങ്ങളിലെല്ലാം ഞങ്ങളുടെ ഒപ്പം ഉണ്ട്. അത് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിൽ മാത്രമല്ല, വിദ്യാലയത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളുടെ മുമ്പിൽ തന്നെ ശിവേട്ടൻ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിന്റെ സപ്പോർട്ട് ഞങ്ങൾക്ക് വലിയൊരു തണലാണ്. തങ്ങൾക്ക് ലഭിക്കാതെ പോയ വിദ്യാഭ്യാസവും വിജയവും മകനിലൂടെ നേടാനായതിന്റെ അഭിമാനവും സന്തോഷവും അച്ഛൻ ഗുഡു ചൗധരിയും അമ്മ മുന്നി ദേവിയും മലബാർ ന്യൂസിനോട് പങ്കുവച്ചു. केरला का स्कूल अच्छा है. हमारा बच्चा बहुत अच्छा से पढ़ा है. टीचर लोग का आशीर्वाद है. हम लोग काम करके इधर रुका है. रूम भाड़ा पूरा देता है. इधर 7 साल हो गया हमको. 7 साल हो गया इधर ही हम लोग रुका है. रूम लेके इधर ही बच्चा लोग को पढ़ाता है. नहीं उत्तर प्रदेश यूपी वाराणसी जिला. स्कूल केरला अच्छा है. केरला केरला है सुपर. बच्चा हमारा हाई में आ गया. बहुत हमको अच्छा लगा. बहुत हमको खुशी का बात है. बहुत अच्छा है. वो बच्चा मेरा शुरू से अच्छा पढ़ने में रहा और इधर में आके नाम लिखा के पढ़ाने लगा. हाँ बहुत खुशी है. इधर का स्कूल अच्छा है. 4ാം ക്ലാസ് പൂർത്തിയാക്കിയ നിതീഷ് തുടർ പഠനത്തിനായി അടയ്ക്കാപുത്തൂർ AUP സ്കൂളിൽ പ്രവേശനം നേടിയിട്ടുണ്ട്. സഹോദരൻ റിതേഷ് ചൗധരി മാങ്ങോട് സ്കൂളിലെ തന്നെ 2ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സ്കൂളിലെ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരുമിച്ചുള്ള പ്രയത്നമാണ് നിതീഷ് ചൗധരി ഉൾപ്പെടെയുള്ള 44 വിദ്യാർത്ഥികളുടെയും നേട്ടമെന്നും സ്കൂൾ മാനേജർ ശിവശങ്കരൻ പറഞ്ഞു. മൊത്തം ഇവിടെ 4ാം ക്ലാസ്സിൽ പഠിച്ച പകുതിയോളം കുട്ടികൾ LSS നേടിയെന്നുള്ളത്
ഈ വിദ്യാലയത്തിൻ്റെ അക്കാദമിക മികവ് തന്നെ മികവാണ് തെളിയിക്കുന്നത്. നിതേഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കക്ഷി ഇവിടെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭാഷ ഹിന്ദി മാത്രമേ അറിയുമായിരുന്നുള്ളൂ. 1ാം ക്ലാസ്സിൽ ഇവിടുത്തെ നീരജ ടീച്ചറാണ് അവനെ മലയാളം അക്ഷരങ്ങൾ പഠിപ്പിച്ചത്. അവിടുന്ന് ഇങ്ങോട്ട് എല്ലാം പഠിക്കാൻ വളരെ താല്പര്യമുള്ള ഒരു കുട്ടിയാണ് നിതീഷ്. ഇപ്പോൾ ഏറ്റവും മികച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ വിദ്യാലയത്തിൽ. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര വിഷയങ്ങളിലും ആൾ വളരെ സജീവമാണ്. ഇപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കുന്നത്, നമ്മൾ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നിടത്താണ് കുട്ടികൾ വളർന്നു വരുന്നത്. എല്ലാ കുട്ടികൾക്കും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുകളുണ്ട്. ആ കഴിവുകൾ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരെ പ്രൊമോട്ട് ചെയ്യാനാകണം. ഇതാണ് പൊതുവിദ്യാലയങ്ങൾ കാര്യമായി ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. Choose it, build it, love it. Coys and Building Materials, Pattambi Road, Cherpalasheri.